ADGP അജിത് കുമാറിനെതിരെ നടപടിയായി ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയതായി വിവരങ്ങൾ കിട്ടുന്നു. രശ്മി കാർത്തികയുണ്ട്. രശ്മി, എന്തായാലും ADGP അജിത് കുമാറിനെതിരെ നടപടിയായിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണല്ലോ. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ADGP അജിത് കുമാറിനെതിരെ നടപടിയായിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് കിട്ടുന്നത്. ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGPയെ മാറ്റിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ADGP അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. രശ്മി കാർത്തികയുണ്ട് വിവരങ്ങൾ നൽകാൻ. രശ്മി, ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ്. പകരം മനോജ് എബ്രഹാമിനാണ് ക്രമസമാധാന ചുമതല നിലവിൽ നൽകിയിരിക്കുന്നത്. അജിത് കുമാറിനെ ബറ്റാലിയൻ ADGP ആക്കിയാണ് മാറ്റിയിരിക്കുന്നത്. അല്പസമയം മുൻപാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരം, അതായത് ADGPയെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നുള്ളൊരു വിവരം പുറത്തു വരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകളൊക്കെ നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലും അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകൾ നടക്കുന്നുണ്ടായിരുന്നു. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെ DGPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ആഭ്യന്തര സെക്രട്ടറിക്ക് റിപ്പോർട്ട് കൈമാറിയത്. സാധാരണഗതിയിൽ ആഭ്യന്തര സെക്രട്ടറി ഇത് പരിശോധിച്ചൊരു ഫയലാക്കി മുഖ്യമന്ത്രിക്ക് കൈമാറുകയാണ് ചെയ്തത്. പക്ഷേ അത്രത്തോളം സമയം എടുത്തില്ല. ഒരു CPMന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഈ CPI അടക്കം ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നിരുന്നു. നാളെ തിങ്കളാഴ്ചയ്ക്ക് മുൻപ് ഒരു തീരുമാനം ഉണ്ടാകണം എന്നുള്ളതാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയും അത്തരത്തിലുള്ളൊരു നിർദ്ദേശമാണ് നൽകിയത്. ഇത്തരത്തിൽ ഒരു നിലപാട്, അതായത് ഈ ഒരു ക്രമസമാധാന ചുമതലയിൽ നിന്നും ഇത്രത്തോളം വിമർശനങ്ങൾ, പല തലങ്ങളിൽ നിന്ന് വിമർശനം ഉയർന്നൊരു സാഹചര്യത്തിൽ അടിയന്തരമായി നടപടി ഉണ്ടാകണം എന്നുള്ള ഒരു ആവശ്യം CPI മുന്നോട്ട് വെച്ചിരുന്നു. മാത്രമല്ല, ഇത്തരത്തിൽ തീവ്ര മുസ്ലിം സംഘടനകളുടെ ഒക്കെ തന്നെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിലുണ്ട്. നേരത്തെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ തെളിവൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ കൃത്യമായ തെളിവുകളൊന്നും തന്നെ അന്വേഷണ സംഘത്തിന് കിട്ടിയിരുന്നില്ല. ഏതായാലും വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കൊടുവിൽ ഇപ്പം ആ സ്ഥാനത്ത് നിന്നും ADGP MR അജിത് കുമാറിനെ മാറ്റിയിരിക്കുകയാണ്. തൃശൂർ പൂരം കലക്കലിൽ ADGPക്ക് ഗുരുതര വീഴ്ചയുണ്ടായെന്ന കണ്ടെത്തലടങ്ങിയ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ ഇന്ന് തന്നെ നിലപാട് അറിയിക്കുമെന്നുള്ളത് നേരത്തെ പറഞ്ഞിരുന്നു. റിപ്പോർട്ട് പരിഗണിച്ച് ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്നും നിലവിൽ മാറ്റിയിരിക്കുകയാണ്. തിങ്കളാഴ്ചയ്ക്കുള്ളിൽ തന്നെ നടപടി വേണം എന്ന CPIയുടെ നിലപാട് കൂടി പരിഗണിച്ചാണ് അടിയന്തര നടപടി ഇപ്പോൾ സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ നടപടി എന്നുള്ളത് കഴിഞ്ഞ ദിവസം CPMന്റെ സംസ്ഥാന സമിതിയിലും മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. ഇന്ന് രാത്രി 7 മണിക്ക്, അതായത് രാത്രിയിൽ സാധാരണ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലേക്ക് എത്താറില്ലായിരുന്നു. ഇന്ന് 7 മണിക്ക് മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലേക്ക് എത്തി മറ്റു ഉദ്യോഗസ്ഥരുമായിട്ടടക്കം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിയുമായി വൈകിട്ട് കൂടിക്കാഴ്ച നടത്തുമെന്നുള്ളൊരു കാര്യം അറിയിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയില്ല. ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫോണിൽ കൂടി ഇത്തരത്തിൽ ഒരു നിർദ്ദേശം അത്തരത്തിലുള്ള ഈ ഒരു റിപ്പോർട്ടിന്റെ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ച് നൽകി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. PV അൻവർ MLA ഉയർത്തിയ സ്വർണ്ണക്കടത്ത് അന്വേഷണം, മാമി കേസിൽ ഇടപെടൽ, ഫോൺ ചോർത്തൽ എന്നിവയിൽ ADGPയെ കുറ്റവിമുക്തനാക്കിയാണ് DGP റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം. അജിത് കുമാറിനെതിരെ തെളിവ് നൽകാൻ അൻവറിനും കഴിഞ്ഞിട്ടില്ല. അന്വേഷണ സംഘത്തിനും പ്രത്യേകിച്ച് തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ഏതായാലും ഇത്തരത്തിലൊരു നടപടിയായിരിക്കുന്ന CPI അടക്കമുള്ള ഘടകകക്ഷികളുടെ ആവശ്യപ്രകാരമാണ് എന്ന് തന്നെ അനുമാനിക്കണമല്ലേ? കാരണം കഴിഞ്ഞ ദിവസം ശബരിമല അവലോകന യോഗത്തിലും കോർഡിനേറ്റർ ചുമതലയിലായിരുന്നിട്ട് പോലും അജിത് കുമാറിനെ പങ്കെടുപ്പിച്ചിരുന്നല്ലോ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി ഇടപെട്ടിട്ടായിരുന്നു അത്തരത്തിലൊരു തീരുമാനം എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ നേരത്തെ ഇത്തരത്തിൽ തീരുമാനങ്ങളൊക്കെ ആയിരുന്നു എന്നുള്ളതാണ്. അതരത്തിൽ തന്നെയാണ് ഇപ്പോൾ നിലവിൽ നമുക്കിത് പറയാൻ കഴിയുന്നത്. ഈ CPMന്റെ സമ്മർദ്ദം കൊണ്ട് ഉള്ള ഒരു നടപടി എന്ന് തന്നെ ഇതിനെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, CPIയും ഘടകകക്ഷികളും ശക്തമായി തന്നെ ADGP സ്ഥാനത്ത് നിന്നും ക്രമസമാധാന ചുമതലയിൽ നിന്നും ADGP MR അജിത് കുമാറിനെ മാറ്റണമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഏതായാലും പാർട്ടിയുടെ CPMന്റെ സമ്മർദ്ദത്തിന് സർക്കാർ വഴങ്ങിയിരിക്കുകയാണ്. മാത്രമല്ല, നാളെ നിയമസഭാ സമ്മേളനം കൂടി ചേരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ നിയമസഭാ സമ്മേളനത്തിൽ ഈ ക്രമസമാധാന ചുമതലയിൽ തന്നെ ADGP MR അജിത് കുമാർ തുടരുന്നത് വലിയ രീതിയിൽ സഭ പ്രക്ഷുബ്ധമാകാനുള്ള ഒരു സാധ്യതയിലേക്കൊക്കെ വഴിവെക്കുമെന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. മാത്രമല്ല, തിങ്കളാഴ്ചയ്ക്ക് മുൻപ് ഈ നിയമസഭാ സമ്മേളനം പൂർണ്ണതോതിൽ ആരംഭിക്കുന്നത് നാളെയാണ്. അതുകൊണ്ട് തന്നെ അതിനു മുൻപ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം എന്നുള്ളതാണ് CPI അടക്കം മുന്നോട്ട് വെച്ചിരുന്നത്. CPMും അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഇത്തരത്തിൽ പാർട്ടിയുടെ സമ്മർദ്ദത്തിന് മുഖ്യമന്ത്രി വഴങ്ങിയിരിക്കുകയാണ്. തീവ്ര
മുസ്ലിം സംഘടനകളുടെ ഇടപെടലും ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ PV അൻവർ MLA ഉന്നയിച്ചിരുന്നു. പക്ഷേ ആ ഒരു സ്ഥാനത്ത് അദ്ദേഹം ഇപ്പോഴും പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് ഇപ്പോഴും പി ശശി തുടരുകയാണ്. പക്ഷേ ADGPക്കെതിരെ ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നു. റിപ്പോർട്ടിന്റെ കാലാവധി, അതായത് എന്ന് റിപ്പോർട്ട് സമർപ്പിക്കണമോ അതിന്റെ കാലാവധി തീർന്ന ഒരു ഘട്ടത്തിലാണ് തിരക്കിട്ട കൂടിയാലോചനകൾ മറ്റും ഇതുമായി ബന്ധപ്പെട്ട് നടന്നത്. സംസ്ഥാന പോലീസ് മേധാവി അടക്കം പങ്കെടുക്കുന്ന പല കൂടിക്കാഴ്ചകളും കഴിഞ്ഞ 2 ദിവസമായി തലസ്ഥാനത്ത് നടക്കുന്നുണ്ടായിരുന്നു. ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രി 7 മണിക്കും മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലേക്ക് എത്തി മറ്റ് ഉദ്യോഗസ്ഥരുമായി മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി അടക്കം സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നു. മറ്റ് ഉദ്യോഗസ്ഥരും സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നു. അവരുമായിട്ടൊക്കെ തന്നെ കൂടിയാലോചന നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. CPMന്റെ സമ്മർദ്ദത്തിന് സർക്കാർ വഴങ്ങിയിരിക്കുകയാണ്, മുഖ്യമന്ത്രി വഴങ്ങിയിരിക്കുകയാണ്. ADGP MR അജിത് കുമാറിനെ ഇപ്പോൾ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. പകരം ചുമതല മനോജ് എബ്രഹാമിനാണ് നിലവിൽ ഇപ്പോൾ ആ ഒരു ക്രമസമാധാന ചുമതല നിലവിൽ നൽകിയിരിക്കുന്നത്. അജിത് കുമാറിന് പകരം പ്രധാന പദവിയൊന്നും തന്നെ നൽകിയിട്ടില്ല. ഇപ്പോൾ ഇനി ബറ്റാലിയൻ ചുമതല മാത്രമായിരിക്കും ഉള്ളത്. നിലവിൽ കൈവശമുള്ള ബറ്റാലിയനിൽ തന്നെ നിലനിർത്തിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഏതായാലും മണിക്കൂറുകളോളം കാത്തിരുന്ന ഒരു വിഷയമായിരുന്നു. കാരണം നാളെ നിയമസഭാ സമ്മേളനം ചേരാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിനു മുൻപ് നടപടി ഉണ്ടാകും എന്നുള്ളൊരു കാര്യം ഔദ്യോഗികമായ അല്ലെങ്കിലും അനൌദ്യോഗികമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയാൻ കഴിഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകളൊക്കെ തന്നെ നടന്നിരുന്നു. രാത്രിയിലും അതിനായുള്ള തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഒടുവിൽ ക്രമസമാധാന ചുമതലയിൽ നിന്നും ADGP MR അജിത് കുമാറിനെ മാറ്റിയിരിക്കുകയാണ്. പകരം ചുമതലയും അതായത് മനോജ് എബ്രഹാമിന് പകരം ചുമതലയും നൽകിയിട്ടുണ്ട്. ഇനി ബറ്റാലിയൻ ചുമതല മാത്രമായിരിക്കും MR അജിത് കുമാറിന് ഉണ്ടാവുക. രശ്മി, അത് തന്നെയാണ്. കാരണം ഇപ്പോൾ നമുക്കറിയാം ഈ ADGPക്ക് ഈ DGP കൊടുത്ത റിപ്പോർട്ട് നിർണായകമാണ് എന്നുള്ളത് മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ നേരത്തെ രശ്മി പറഞ്ഞ പോലെ നമ്മൾ ആ റിപ്പോർട്ടിൽ കണ്ടതുപോലെയും പ്രത്യേകിച്ച് ഈ അൻവർ മുന്നോട്ട് വെച്ച ആരോപണങ്ങൾ തെളിവുകളൊന്നും പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണെങ്കിൽ പോലും ഇത്തരത്തിൽ അൻവർ എന്തുന്നം വെച്ചിറങ്ങിയോ അത് ലക്ഷ്യം കണ്ടു, അല്ലെങ്കിൽ രശ്മി പറഞ്ഞതുപോലെയാണ് ചില തീവ്ര മുസ്ലിം ഇടപെടലുകളും ഇതിൽ സംഘടനകളുടെ ഇടപെടൽ ഉൾപ്പെടെയുള്ളതായി സംശയിക്കുന്ന കൂടെ സാഹചര്യത്തിൽ ഈ അജിത് കുമാറിന്റെ സ്ഥാനചലനം അങ്ങനെയൊക്കെ നോക്കിക്കാണ്ടേ, കൂട്ടി വായിക്കണ്ടേ? തീർച്ചയായും അങ്ങനെ തന്നെ കൂട്ടി വായിക്കണം. ഇതിൽ പ്രധാനമായും 2 കാര്യങ്ങൾ തന്നെയാണ്. തീവ്ര മുസ്ലിം സംഘടനയുടെ ഇടപെടൽ അതോടൊപ്പം തന്നെ CPMന്റെ സമ്മർദ്ദം, അതിനും മുഖ്യമന്ത്രി വഴങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു, നമുക്കിതിനെ ആ രീതിയിലാണ് കാണാൻ കഴിയുക. ഏതായാലും ഈ ഒരു സമയപരിധി, റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ച ഒരു സാഹചര്യത്തിൽ നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് തിരക്കിട്ട ഒരു ചർച്ചകളൊക്കെ തന്നെ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നടന്നത്. ഈ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണം എന്നുള്ള ഒരു ആവശ്യം CPM സംസ്ഥാന സമിതിയിലടക്കം അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന വിഷയമാണ്. അത് മുഖ്യമന്ത്രിയും കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സമിതി ചേർന്ന സമയത്ത് റിപ്പോർട്ട് ലഭിച്ചാലുടൻ നടപടി ഉണ്ടാകും എന്നുള്ളൊരു കാര്യവും പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതിലൊരു കൃത്യമായി PV അൻവർ MLA ഉയർത്തിയ ഈ വിവിധ തരത്തിലുള്ള ആരോപണങ്ങൾ, സ്വർണ്ണക്കടത്ത് ആരോപണം, അന്വേഷണം അട്ടിമറിക്കുന്നു, മാമി കേസിൽ ഇടപെടൽ, ഫോൺ ചോർത്തൽ എന്നിവയിൽ ഈ ADGPയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ആണ് ഈ DGP റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അതായത് ഈ ആരോപണങ്ങളിൽ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലൊന്നും തന്നെ തെളിവ് നൽകാൻ, അജിത് കുമാറിനെതിരെ തെളിവ് നൽകാൻ അൻവറിന് കഴിഞ്ഞിട്ടില്ല. ഈ അന്വേഷണ സംഘത്തിനും പ്രത്യേകിച്ച് തെളിവുകളൊന്നും കണ്ടെത്താനും സാധിച്ചിട്ടില്ല. ഏതായാലും ഇത്തരത്തിൽ ഒരു CPMന്റെ കടുത്ത സമ്മർദ്ദം, ആ ഒരു സമ്മർദ്ദം മാത്രമല്ല ഘടകകക്ഷിയായ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയും പലതവണ പരസ്യമായും അല്ലാതെയും ഒക്കെ തന്നെ ക്രമസമാധാന ചുമതലയിൽ നിന്നും MR അജിത് കുമാറിനെ മാറ്റണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ ആ ഒരു സമ്മർദ്ദം ശക്തമായതിനെ തുടർന്ന് ഒരുപക്ഷെ ആ സ്ഥാനത്ത് ഇനിയും തുടരുകയാണെങ്കിൽ നാളെ നിയമസഭാ സമ്മേളനമൊക്കെ ചേരാനിരിക്കുകയാണ്. സഭ വലിയ രീതിയിൽ പ്രക്ഷുബ്ധമാകാനും CPI തന്നെ പരസ്യമായി രംഗത്ത് വരാനുള്ള ഒരു സാധ്യതയും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല സംസ്ഥാന സമിതിയിലടക്കം മുഖ്യമന്ത്രി നിലപാട്, ഒരു സമ്മർദ്ദത്തിന് വഴങ്ങിയ ഒരു നിലപാട് അറിയിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇതൊക്കെ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു നടപടി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പല കൂടിയാലോചനകൾ കഴിഞ്ഞ 2 ദിവസം തലസ്ഥാന നഗരത്തിൽ തിരുവനന്തപുരത്ത് പലയിടങ്ങളിലും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലും പോലീസ് ആസ്ഥാനത്തുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പല കൂടിക്കാഴ്ചകളും നടക്കുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പക്ഷേ അത് സാധാരണ ചേരുന്ന ഒരു കൂടിക്കാഴ്ച മാത്രമായിരുന്നു എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വിശദീകരണം. അതിനുശേഷം ഇന്ന് വൈകുന്നേരത്ത്, സാധാരണ ഈ ഒരു വൈകുന്നേര സമയങ്ങളിൽ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലേക്ക് എത്താറില്ലായിരുന്നു. പക്ഷേ
ഇന്ന് വൈകുന്നേരത്തെ 7 മണിയോടുകൂടി തന്നെ അദ്ദേഹം സെക്രട്ടേറിയറ്റിലേക്ക് എത്തി. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കമുള്ളവർ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു. അവരുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാന പോലീസ് മേധാവി ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട്. ഫോൺ മുഖേനയും അദ്ദേഹം ബന്ധപ്പെട്ട് ഈ ഒരു റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ കൈമാറി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞൊരു വിവരം. ഏതായാലും ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ ഒരു തീവ്ര മുസ്ലിം സംഘടനയുടെ ഇടപെടൽ, അതോടൊപ്പം തന്നെ CPM-ന്റെ സമ്മർദ്ദം, ഇതിനൊക്കെ വഴങ്ങിയപ്പോൾ ക്രമസമാധാന ചുമതലയിൽ നിന്നും അജിത് കുമാറിനെ മാറ്റിയിരിക്കുകയാണ്. മനോജ് എബ്രഹാമിനാണ് പകരം ചുമതല നൽകിയിരിക്കുന്നത്. രശ്മി, ഈ PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മറക്കാൻ സാധിക്കുന്നതല്ല. കാരണം ഈ അൻവർ ഈ ആരോപണങ്ങൾ തുടരെ ഉന്നയിച്ച്, അത് പാർട്ടിയിൽ നിന്ന് പരസ്യമായി രഹസ്യമായൊക്കെ വിലക്ക് വന്നിട്ട് പോലും തുടരെ ഉന്നയിച്ച് രംഗത്ത് വന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനമുണ്ടല്ലോ. ADGP-യെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കുപരി ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ഉന്നയിച്ചപ്പോഴാണ് ഇപ്പം ക്ഷുഭിതനായി മുഖ്യമന്ത്രി കാണപ്പെട്ടത് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ADGP-ക്കാണ് സ്ഥാനചലനം ഉണ്ടായിരിക്കുന്നുള്ളത് എന്നതും. അതായത് PV അൻവർ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ച സമയത്ത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. ഈ പരാതിയിൽ ഉൾപ്പെടെ സ്ത്രീകളോട്, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിക്കാൻ എത്തുന്ന സ്ത്രീകളോട് വളരെ അപമര്യാദയായി പെരുമാറുന്നു, ഇടപെടുന്നു, ശൃംഗാര രീതിയിൽ സംസാരിക്കുന്നു. മാത്രമല്ല ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിക്കെതിരെയും അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ PV അൻവർ MLA-യുടെ ഭാഗത്തു നിന്നും PV അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഈ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ ആ സ്ഥാനത്ത് ഇപ്പോഴും P ശശി തുടരുകയാണ്. മറ്റ് സ്ഥാനചലനമോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും തന്നെയില്ല. പരമാവധി സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാട്, പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാടാണ് മുഖ്യമന്ത്രി എപ്പോഴും സ്വീകരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ അത് വ്യക്തമായി മനസ്സിലാകും. പലതവണ ആവർത്തിച്ച് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോഴും ആ ഒരു പ്രതിരോധം തീർക്കുകയാണ്. ഏതായാലും CPM ഉൾപ്പെടെ ഉയർന്നു വന്ന വലിയ രീതിയിലുള്ള വിവാദങ്ങളിൽ കടുത്ത സമ്മർദ്ദത്തിലായിരിക്കുന്നു. താഴെ തട്ടിലുള്ളവർ അടക്കം മുഖ്യമന്ത്രിയുടെ ഓരോ വിവാദങ്ങളിലും ഈ താഴെ തട്ടിലടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നൊരു സാഹചര്യം. അത്തരത്തിൽ CPM-ന്റെ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു നടപടി. ക്രമസമാധാന ചുമതലയിൽ നിന്നും ഇത്തരത്തിൽ ADGP MR അജിത് കുമാറിനെ മാറ്റിയിരിക്കുന്നത്. DGP-യുടെ റിപ്പോർട്ട് ഇന്നലെ വൈകുന്നേരത്താണ് കൈമാറിയത്, ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയത്. സാധാരണ ദിന നടപടിക്രമം ആഭ്യന്തര സെക്രട്ടറി ഇത് പരിശോധിച്ച് ഫയലാക്കി മുഖ്യമന്ത്രിക്ക് കൈമാറുകയാണ് ചെയ്യുന്നതിന് 2-3 ദിവസത്തെ സമയമൊക്കെ എടുക്കും. പക്ഷേ ഇതൊരു പ്രത്യേക സാഹചര്യം. CPM-ന്റെ സമ്മർദ്ദം, അതോടൊപ്പം തന്നെ ഘടകകക്ഷിയായ CPI-യുടെ സമ്മർദ്ദം, നാളെ നിയമസഭാ സമ്മേളനം ചേരാനിരിക്കുകയാണ്. ഈ തീവ്ര മുസ്ലിം സംഘടനകളുടെ സമ്മർദ്ദം, ഇതിന്റെയൊക്കെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. PV അൻവർ MLA തുടങ്ങി വെച്ച വിവാദങ്ങളുടെ പശ്ചാത്തലം അത് ഒടുവിൽ ADGP-യുടെ ഈ സ്ഥാനചലനത്തിലേക്ക് കൊണ്ടുവച്ചെത്തിച്ചു എന്ന് തന്നെ കരുതണം. നേരത്തെ നമ്മൾ പറഞ്ഞില്ല, റിപ്പോർട്ടിൽ കാര്യമായ ഇത്തരത്തിൽ ഉന്നയിച്ച ആരോപണങ്ങളിൽ കാര്യമായ തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും. രശ്മി, കേൾക്കാമോ? ലക്ഷ്മി, അത് തന്നെയാണ് ഇപ്പോൾ ഒരു ഔദ്യോഗികമായി തന്നെ ആ ഒരു വിവരം, ADGP MR അജിത് കുമാറിനെ മാറ്റിയ വിവരം, ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയ വിവരം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കൃത്യമായി തന്നെ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. പകരം ചുമതല ADGP മനോജ് എബ്രഹാമിന് നൽകുന്നു എന്നുള്ളതാണ് ഇതിൽ ഈ ഒരു കുറിപ്പിൽ പറയുന്ന ഒരു കാര്യം. MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിഷയങ്ങളിൽ സംസ്ഥാന പോലീസ് മേധാവിയും പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും അന്വേഷിച്ച റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി കൈക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ CPM-ന്റെ ആണെങ്കിലും ആ ഒരു കടുത്ത സമ്മർദ്ദം, ആ ഒരു സമ്മർദ്ദം പല സംസ്ഥാന സമിതിയിലടക്കം പലതവണ ഇത് ഉയർന്നു വന്ന ഒരു വിഷയമാണ്. ഈ ഒരു സ്ഥാനത്ത് നിന്നും മാറ്റണം, ഈ ആരോപണങ്ങൾ ഉയർന്ന ഒരു സാഹചര്യത്തിൽ ആ ചുമതലയിൽ MR അജിത് കുമാറിനെ തുടരുന്നത് ശരിയല്ല എന്നുള്ള ഒരു ശക്തമായൊരു നിർദ്ദേശമൊക്കെ CPM-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ആ ഒരു സമ്മർദ്ദം, ഒപ്പം തന്നെ PV അൻവറാണ് ഈ ഒരു ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയത്. പക്ഷേ ആ ഒരു ആരോപണങ്ങളിലൊന്നും തന്നെ കൃത്യമായ തെളിവുകൾ ഈ PV അൻവറിന് കൈമാറാൻ കഴിഞ്ഞിരുന്നില്ല. അത് ഈ പരാതിയായി എഴുതി നൽകുമ്പോഴും അതിൽ കൃത്യമായിട്ടൊരു തെളിവുകളില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കൈമാറിയ റിപ്പോർട്ടിലും അത്തരത്തിൽ തെളിവുകളൊന്നുമില്ല. ഏതായാലും സമ്മർദ്ദത്തിന് വഴങ്ങി ആ ഒരു സ്ഥാനത്ത് നിന്നും ഈ ഒരു MR അജിത് കുമാറിനെ മാറ്റുകയും മറ്റൊരാൾക്ക് മനോജ് എബ്രഹാമിന് ക്രമസമാധാന ചുമതലയുടെ ചുമതല നൽകുകയും ചെയ്തിരിക്കുകയാണ്. CPI-യും
അത്തരത്തിൽ അതായത് ഈ തിങ്കളാഴ്ചയ്ക്ക് മുൻപ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം എന്നുള്ളത് പലകുറി ആവർത്തിച്ചിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ ഈ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ എപ്പോൾ ഈ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റും എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എപ്പോഴാണ് മാറ്റുക, ഇതിൽ നടപടി ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ. പ്രത്യേകിച്ച് ഈ ഒരു നിയമസഭാ സമ്മേളനം, നിയമസഭാ സമ്മേളനം കഴിഞ്ഞ ദിവസം ആരംഭിച്ചുവെങ്കിൽ പോലും അത് പൂർണ്ണ തോതിൽ ആരംഭിക്കുന്നത് നാളെയാണ്. അപ്പോൾ ഈ ഒരു സ്ഥാനത്ത് തന്നെ അജിത് കുമാർ തുടരുകയാണെങ്കിൽ നാളെ നിയമസഭയിൽ പ്രതിപക്ഷം ഇത് ഉയർത്തിക്കൊണ്ടുവരികയും വലിയ രീതിയിൽ CPI തന്നെ, ഘടകകക്ഷിയായ CPI തന്നെ സർക്കാരിനെതിരെ തിരിയുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാകും. ഒരു തിങ്കളാഴ്ച വരെ മാത്രമേ സമയം നൽകൂ എന്നുള്ളൊരു കാര്യവും CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ അറിയിച്ചൊരു സാഹചര്യമുണ്ട്. ഏതായാലും ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നടപടി. അത് വലിയ രീതിയിൽ നിയമസഭയെ പ്രക്ഷുബ്ധമാക്കാനും വലിയ രീതിയിലുള്ള സമരങ്ങൾക്കൊക്കെ വഴിവെക്കും എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ക്രമസമാധാന ചുമതലയിൽ നിന്നും ADGP MR അജിത്കുമാറിനെ മാറ്റിയിരിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും ഉയർന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു സ്ഥാനത്ത് P ശശി കൃത്യമായി തന്നെ തുടരുന്നുണ്ട്. ഈ ആരോപണങ്ങളൊക്കെ ഉയർന്ന സമയത്ത് അതിന് കൃത്യമായൊരു മറുപടി മുഖ്യമന്ത്രി നൽകുന്നുമില്ല. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങളിൽ ഉൾപ്പെടെ ഈ ചോദ്യങ്ങൾ പലകുറി ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിൽ ഇത് ആവർത്തിക്കുമ്പോഴൊക്കെ ഒരു P ശശിക്കൊക്കെ ഒരു സംരക്ഷണം ഒരുക്കുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ച് പോകുന്നത്. ഇതിൽ കൃത്യമായൊരു മറുപടി ഒന്നും പറയാതെ ചില ഘട്ടങ്ങളിലൊക്കെ പരിഹാസ രൂപേണ മറുപടി പറഞ്ഞു പോവുകയാണ് മുഖ്യമന്ത്രി ചെയ്യാറുള്ളത്. ഏതായാലും വലിയ സമ്മർദ്ദം, വലിയ രീതിയിൽ തീവ്ര മുസ്ലിം സംഘടനകളുടെ ഒപ്പം തന്നെ CPMന്റെയും കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇപ്പോൾ ഈ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പകരം ചുമതലയും മനോജ് എബ്രഹാമിന് നൽകിയിരിക്കുകയാണ്. ആ ചുമതല അദ്ദേഹം ഇനി മുതൽ ക്രമസമാധാന ചുമതല അദ്ദേഹം തുടരും എന്നുള്ളതാണ്. ബറ്റാലിയൻ ADGP ആക്കിയിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ MR അജിത് കുമാറിനെ. ആ ചുമതലയിൽ മാത്രമായിരിക്കും അദ്ദേഹം ഉണ്ടാവുക. ഏതായാലും നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തിരക്കിട്ട ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രി രാത്രിയിൽ ഒരു 7 മണിയോടുകൂടിയാണ് സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയത്. രാവിലെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടിക്കാഴ്ചകളൊക്കെ തന്നെ നടന്നിരുന്നു. ആ ഒരു ഘട്ടത്തിൽ രാവിലെ നടന്ന സമയത്ത് സാധാരണയായി ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് വിവിധ യോഗങ്ങളൊക്കെ ചേരുന്നത്, കൂടിക്കാഴ്ചകൾ നേരുന്നത് എന്നൊക്കെയായിരുന്നു ഒരു വിശദീകരണം. ഏതായാലും അത്ര കണ്ട് സമയം എടുത്തില്ല. ഈ ഒരു സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയിരിക്കുകയാണ്. ലക്ഷ്മി, രാജീവ് കൂടി ചേരുന്നുണ്ട്. രാജീവ്, 36 ദിവസങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. മനോജ് എബ്രഹാമിനാണ് ക്രമസമാധാന ചുമതല. സായുധ പോലീസ് ബറ്റാലിയൻ ചുമതല MR അജിത് കുമാറിന് തുടരും എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ അതിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം ഈ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ, അതിലെ അന്വേഷണ റിപ്പോർട്ട്, അത് ഈ SP ഓഫീസിലെ മരമുറിയും പൂരമട്ടിമറിയും ഒപ്പം തന്നെ അനധികൃത സ്വത്ത് സമ്പാദന, അങ്ങനെ നിരവധി ആരോപണങ്ങൾ അൻവർ ഉന്നയിച്ചിരുന്നു. ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇതിൽ ADGPക്കെതിരെ പരാമർശം ഉണ്ട് എന്നും ഇല്ല എന്നും സൂചനകൾ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഏത് രീതിയിലാണ് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മനോജ് എബ്രഹാമിന് ക്രമസമാധാന ചുമതല നൽകിക്കൊണ്ട് MR അജിത് കുമാറിനെ മാറ്റിയ സാഹചര്യം നോക്കിക്കാണേണ്ടത്? ലക്ഷ്മി, തീർച്ചയായും CPI പ്രീണിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം എന്ന രീതിയിൽ തന്നെ ഇതിനെ കാണേണ്ടി വരും. കാരണം DGP അന്വേഷണ റിപ്പോർട്ട് നൽകുമ്പോൾ അതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് വളരെ ഗുരുതരമായ വീഴ്ചകൾ അല്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം നേരത്തെ തന്നെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ചില അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. ആ അന്വേഷണങ്ങളിൽ കൃത്യമായി ബോധ്യപ്പെട്ട അനുസരിച്ചാണെങ്കിൽ, അല്ലെങ്കിൽ റിപ്പോർട്ട് നൽകിയതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ, മാമി തിരോധാന കേസിൽ ADGP MR അജിത് കുമാറിന് കാര്യമായ പങ്കില്ല എന്ന് ആ റിപ്പോർട്ടിലുണ്ടായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ രീതിയിൽ തന്നെയാണ് റിപ്പോർട്ട് നൽകിയത്. അതിനുശേഷം ഉണ്ടായ ചില സംഭവങ്ങൾ പരിശോധിക്കുകയാണെങ്കിലും കാര്യമായ റിപ്പോർട്ടുകൾ MR അജിത് കുമാറിനെതിരെ ഉണ്ടായിരുന്നില്ല. അതേസമയം തന്നെയാണ് ഈ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്നൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തിരിക്കുന്നത് എന്ന കാര്യം ശ്രദ്ധേയമാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോയത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല CPIയുടെ സമ്മർദ്ദം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ചയായി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം വരുന്ന ദിവസം നിയമസഭാ സമ്മേളനമാണ്. വീണ്ടും നിയമസഭാ സമ്മേളനത്തിൽ CPI അംഗങ്ങൾ പങ്കെടുക്കില്ല എന്നൊരു കടുത്ത നിലപാടിലേക്ക് CPI പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഏതായാലും വിവാദങ്ങൾക്കും എതിർപ്പുകൾക്കും ഒടുവിൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ സർക്കാർ മാറ്റിയിരിക്കുന്നു. 36 ദിവസങ്ങൾക്കൊടുവിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. സായുധ പോലീസ് ബറ്റാലിയനിലേക്കാണ് മാറ്റം. ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാമിനാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിട്ടുള്ള മാറ്റിയുള്ള നിയമനം. രശ്മി രാജീവുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.